പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. വളർത്തുമകളുടെ 4 വയസ്സുള്ള മകനെ ഗുരുതര പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ബന്ധുവായ യുവാവ് പിടിയിലായി. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ഷംന, നിർഭാഗ്യകരമായ സംഭവമാണ്. ഒരു യുവാവ് പിടിയിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ ആരാണ്? ഇയാൾ തന്നെയാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണോ പോലീസ് പറയുന്നത്? പ്രവിത, തീർച്ചയായും ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ അരും കൊല ഉണ്ടാകുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്താണ് ഈ ദമ്പതികളെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ വളർത്തുമകളായ സുൽഫിത്തിന്റെ മകനെയും 4 വയസ്സുകാരനായ മകനെയും ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. രാത്രി ഈ കുട്ടിക്ക് ഗുരുതരമായി തന്നെ വെട്ടേറ്റിട്ടുണ്ട്. ഈ നിലയിൽ നാട്ടുകാരാണ് ആദ്യം ഈ സംഭവം കാണുന്നത്. പിന്നീട് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ വീട്ടിൽ ദമ്പതികളും വെട്ടേറ്റ് മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. സമീപത്ത് തന്നെ ഈ സുൽഫിത്തിന്റെ മുൻ ഭർത്താവായ യുവാവ് ഉണ്ടായിരുന്നു. പൊന്നാനി സ്വദേശിയാണ് ഇയാളെ ഈ നാട്ടുകാർ കണ്ടെത്തിയിരുന്നെങ്കിൽ കൂടി പോലീസ് എത്തിയതോടുകൂടി ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ പിന്നാലെ പോലീസ് എത്തി ഇയാൾ നടത്തിയ ഒരു തെരച്ചിലിൽ പൊന്നാനി സ്വദേശിയായ റാഫിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ഈ സുൽഫിയത്തും ഈ റാഫിയും തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞിട്ട് കുറച്ചായി. പക്ഷെ കുട്ടി ഇപ്പോഴും ഉള്ളത് സുൽഫിയത്തിന്റെ കൂടെയാണ്. ഇങ്ങനെ കുട്ടിയുടെ അവകാശ തർക്കത്തെ തുടർന്നുണ്ടായ സംസാരം പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിയുടെ അവകാശവാദവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് കരുതുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്. ദമ്പതികളെ ഈ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പം ഈ കുട്ടിക്കും ഗുരുതരമായി തന്നെ വെട്ടേറ്റിട്ടുണ്ട്. കുട്ടിയെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.